ഞാനൊരു ഫെഡറൽ ബാങ്ക് സ്കാപ്പിയ കാർഡ് എടുത്തിരുന്നു. കാർഡിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ആ ഒരു കാർഡിനെ പറ്റി 1-2 വീഡിയോ ചെയ്തിരുന്നു. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് വീഡിയോ മാത്രമാണ്. ചിലരൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു കാർഡിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യണമെന്ന്. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിരുന്നു, പിന്നെ ഞാൻ റീപാക്ക് ചെയ്ത് ഒന്നുകൂടി അൺബോക്സ് ചെയ്തതാണ്. ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വെർച്വൽ കാർഡ് കിട്ടും. സ്കാപ്പിയ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു വെർച്വൽ കാർഡ് ആക്സസ് ചെയ്യാം. കാർഡ് നമ്പർ, CVV, എക്സ്പയറി ഡേറ്റ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ആപ്പിനുള്ളിൽ തന്നെ ലഭിക്കും. അത് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാം. ഫിസിക്കൽ കാർഡ് ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് ലഭിച്ചത്. അത് ബ്ലൂ ഡാട്ടാണ് ഡെലിവറി ചെയ്തത്. കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോക്സിനുള്ളിൽ നമുക്കൊരു QR കോഡ് ഉണ്ടാകും. നമ്മുടെ ആപ്പിൽ നമുക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് വരുന്ന ആ ഒരു കാർഡുള്ള ആ ഒരു ബോക്സിൽ ഒരു QR കോഡ് ഉണ്ടാകും. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഫിസിക്കൽ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം. ഇതാണ് കാർഡ് വന്ന പാക്കിംഗ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം പാക്കിംഗ് ആണ്. ഒരു ബ്ലാക്ക് കളർ ബോക്സിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം വരുന്നത് മറ്റൊരു ബോക്സ് ആണ്. ഈ ഒരു ബോക്സിനുള്ളിലാണ് കാർഡ് വരുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്കൊരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. ഈ ഒരു ബുക്ക്ലെറ്റിൽ ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അത്യാവശ്യം ചാർജുകളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്, ട്രാവൽ റിലേറ്റഡ് സ്റ്റിക്കേഴ്സ് ആണ്. ഈ സ്റ്റിക്കേഴ്സ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. ലാപ്പിലോ അല്ലെങ്കിൽ കാറിലോ എവിടെ വേണമെങ്കിലൊക്കെ ഒട്ടിച്ച് വെക്കാം. ട്രാവൽ റിലേറ്റഡ് സ്റ്റിക്കേഴ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് കാർഡ് നോക്കാം. കാർഡ് നമ്മൾ ആദ്യം കണ്ട ഒരു ബോക്സിലാണ് വരുന്നത്. ബോക്സിൻ്റെ താഴെ നമുക്കൊരു കട്ടിങ് കാണുവാനായിട്ട് സാധിക്കും. ആ കട്ടിങ്ങിൽ ജസ്റ്റ് താഴേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് മുകളിൽ നമുക്ക് കാർഡ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് കാർഡ്. അത്യാവശ്യം നല്ല ഡിസൈനിലാണ് വരുന്നത്. ഈ ഒരു കാർഡിൻ്റെ ടോപ്പ് പോർഷനിൽ ഫെഡറൽ ബാങ്കിൻ്റെ ലോഗോ വരുന്നുണ്ട്, സ്കാപ്പിയയുടെ ലോഗോ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ നെയിം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ചെയ്യുന്നതിനാൽ അതിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിപ്പ്, ഇത്രയുമാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. പിന്നെ ഇത് ട്രാവൽ കാറ്റഗറി കാർഡ് ആയതിനാൽ ഒരു ട്രാവൽ റിലേറ്റഡ് ഇമേജ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലാണ് ഈ ഒരു കാർഡിൻ്റെ കാർഡ് നമ്പർ, CVV, എക്സ്പയറി ഡേറ്റ് ഒക്കെ വരുന്നത്. പിന്നെ വിസ സിഗ്നേച്ചർ വേരിയൻ്റ് ആണ്, അതും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. വിസ സിഗ്നേച്ചർ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓഫേഴ്സൊക്കെ നമുക്ക് ഈ ഒരു കാർഡിൽ ആപ്ലിക്കബിൾ ആണ്. നമുക്ക് ബുക്ക് മൈ ഷോയിലൊക്കെ നമുക്ക് ബൈ 1 get 1 മൂവി ടിക്കറ്റ് ഓഫറൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് അൺലിമിറ്റഡ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു സ്കാപ്പിയ കാർഡ് വന്ന ബോക്സിലുള്ളത്. പേഴ്സണലി എനിക്കൊരു കാർഡിൻ്റെ ഡിസൈൻ ഇഷ്ടമായി. ഒരു ഓറഞ്ച് പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു കാർഡ് വരുന്നത്. പിന്നെ ട്രാവൽ കാറ്റഗറി കാർഡ് ആയതിനാൽ അത് റിലേറ്റഡ് ഇമേജ് ആണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ ഡിസൈൻ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി